ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാൽ അതോടെ ഇടതുപക്ഷം നാമാവിശേഷമാകും, ഈ രാജ്യത്ത് തന്നെ ഇല്ലാതാകുമെന്നൊക്കെ കേരളത്തിൽ പുലമ്പിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസുകാരും സുഡാപ്പികളും സംഘികൾക്കും ഒരു പ്രതികരണം അങ്ങ് സമർപ്പിക്കുകയാണ്. ഐറമോൾ വി എസിന്റെ വിയോഗ സന്ദർഭത്തിൽ തെരുവിൽ ഉയർന്നു കേട്ട ആ കുഞ്ഞു ശബ്ദം, അതെ, ആ മുദ്രാവാക്യം വിളിച്ച ഐറമോൾ ഇന്നിപ്പോ അരുൺകുമാറിന്റെ മോർണിംഗ് ഷോയിൽ അതിഥിയായിരുന്നു. ആ കുഞ്ഞുമോൾ ഈ ചെറുപ്രായത്തിൽ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മുടെ നാട്ടിൽ പറയും, കുഞ്ഞുവായില് വലിയ വർത്തമാനം പറഞ്ഞു പഠിക്കല്ലേ എന്ന്. അത് കുഞ്ഞുങ്ങൾക്കുള്ളിലുള്ള അവരുടെ ആശയങ്ങൾ വളരാതിരിക്കാൻ വേണ്ടിയും അവരുടെ ആശയങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ മുന്നിൽ അയറമോൾമാർ അവർ ഈ നാടിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ഇടതുപക്ഷ ആശയമെന്നും വരുംകാലത്തും എവിടെയാണ് ആ ആശയം ജീവിക്കാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സന്ദേശം. ഞാൻ ഒരു കക്ഷിയെ പരിചയപ്പെടുത്താം. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മോളുടെ പേര് ഐറൻ അല്ലേ? സഖാവോ? അങ്ങനെ സഖാവായപ്പോഴേ മുദ്രാവാക്യം വിളിച്ച സഖാവായി. മുദ്രാവാക്യം വിളിച്ച മുതൽ ഞാൻ സഖാവാണെന്ന്. എത്ര വയസ്സുണ്ട്? 6 വയസ്സേ ഉള്ളൂ. ഇതിന് പറയണം ഞാൻ സഖാവ് ഐറൻ ആണ് എന്നാണ് പറയുന്നത്. സഖാവ് എന്നൊക്കെ പറഞ്ഞാൽ അറിയോ? അറിയാം. എന്താ സഖാവ് എന്ന് പറഞ്ഞ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് സഖാവ് എന്നാണ്. അത് ശരി. ഇതൊക്കെ ആരാ പറഞ്ഞു പഠിപ്പിച്ച ഈ കൊച്ചു പ്രായത്തിലെ? മമ്മിയും ബാക്കിയുള്ളവരും പറഞ്ഞു പഠിപ്പിച്ചു. എഴുതിപ്പിച്ചോ സഖാവെന്ന്? ഇല്ല. അപ്പൊ സ്കൂളിൽ ഒപ്പിക്കാനാണോ പേര് ചോദിച്ചാ എന്താ പറയുന്നത്? സഖാവ് ഐറൻ എന്നാണോ പറയുന്നത്? അല്ല, ഐറൻ അല്ലേ? ഐറ. എന്താണ് അങ്കിളെ പേര് തെറ്റിക്കല്ലേ? സഖാവ് ഐറ അല്ലേ? 1ാം ക്ലാസ്സിലായോ? പരീക്ഷ എഴുതിയോ? സഖാവിന്റെ ഇംഗ്ലീഷ് അറിയോ? എന്താണ് എന്താണ് സഖാവിന്റെ ഇംഗ്ലീഷ്? കൊമ്രേഡ് അല്ലേ? കൊമ്രേഡ് എന്നാണ്. അപ്പോ ഇത് സഖാവ് ഐറ. സഖാവ് ഐറ എന്നൊരു മുദ്രാവാക്യം വിളിച്ച ഓർമ്മയുണ്ടോ വി എസ് സമയത്ത്? അത് ആ മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്കോ? ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളെ ആകെ നയച്ച സഖാവേ, ആര് പറഞ്ഞു മരച്ചെന്ന്? ഇല്ല ഇല്ല മരിക്കുന്നില്ല. ധീരസഖാവേ ധീരസഖാവേ, 100 ചുവപ്പിൻ അഭിവാദ്യങ്ങൾ, 1000 അഭിവാദ്യങ്ങൾ. പ്രേക്ഷകർ അന്ന് ഓർമ്മിക്കുന്നുണ്ടോ? അതാ എന്താ കോമ്രേഡ് ഐറ എന്ന് പറയാണ്. സൂപ്പർ കേട്ടോ. ഐറക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ മാമു? ആലോചിക്ക. കുഴിമന്തിയാണോ? അല്ല, പിന്നെന്താ? കുബൂസാണ് ഇഷ്ടം. കുബൂസ് ഇഷ്ടാണ് എന്നാണ്. ഓക്കെ. അപ്പൊ ഐറ അടിപൊളി കേട്ടോ. മുദ്രാവാക്യം വിളിച്ചു. പാരമ്പര്യം. 6 വയസ്സേ ഉള്ളൂ. ഞാൻ സഖാവ് ഐറ. ഐറക്ക് വേറെ ഏത് പാട്ട് പാടാൻ അറിയാം? വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തന്ന ഇന്ത്യയെ, മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം. സമയമായി ഉണർന്നെണീക്കു സോദരാ, മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം. അമ്പലത്തിൽ പള്ളി ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ് ഞങ്ങൾ. തെരഞ്ഞെടുപ്പിനായി പ്രബുദ്ധമായി നിരന്നു നിൽക്കമേ. ഇതാണ് കേരളം ലോകത്തോട് പറയുന്നത്. കേട്ടല്ലോ. ചിലർക്ക് അങ്ങോട്ട് സഹിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാലും റിയാലിറ്റി ഇതൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് തോറ്റാൽ എന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഇത്തവണ തോക്കുമെന്ന അർത്ഥത്തിലല്ല, പക്ഷേ പറഞ്ഞ് പ്രചരിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് ആശ്വാസമുണ്ടാക്കാനും വേണ്ടി കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും സവർണ മനോഭാവക്കാരും സുഡാപ്പികളും മൗദൂദികളും ക്രിസംഗികളും സംഘികളെല്ലാം ആ വാചകം ഏറ്റുപാടുന്നുണ്ട്. രാജ്യത്താകമാനം ഭരിച്ച കോൺഗ്രസ് 3 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയത് അത് ഒരു വലിയ കുറവല്ല. കേവലം 3 സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന ഇടതുപക്ഷം കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലേക്ക് ചുരുങ്ങിയപ്പോൾ അതുകൂടി നശിച്ചാൽ ഈ രാജ്യത്തെ അതില്ല എന്ന രീതിയിൽ ചിലർക്ക് ആനന്ദം നൽകുമ്പോൾ അധികാരത്തിലില്ലെങ്കിലും ആ ആശയങ്ങൾ ഇളം മനസ്സിൽ വരെ കുടിയേറിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് ചെറുപ്രായത്തിൽ പോലും അഭിമാനത്തോടെ പറയും, ഞാൻ ഒരു സഖാവാണെന്ന്. ആ സഖാവ് എന്ന വാക്കിന് അത്രമാത്രം ഊഷ്മളതയുണ്ട്, ആത്മബന്ധമുണ്ട്. അതിനോടൊപ്പം
ഈ നാടിൻ്റെ മതേതരത്വത്തിൻ്റെ കാവലാൾ കൂടിയാണ് ആ വാക്ക്. അത് ഐറമോളുടെ ഉള്ളിലൂടെ ഇനിയും തലമുറകൾ ഇങ്ങനെ കൈമാറി വരും. അതുകൊണ്ട് നശിച്ചു പോകുമെന്നൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. പൂർവാധികം ശക്തിയോടെ തലമുറകളിൽ നിന്ന് തലമുറകൾ അത് ഐറമോൾമാരിലൂടെ ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നശിക്കാത്തൊരാശയമാണ് ഇടതുപക്ഷ ആശയം. കോൺഗ്രസ് പോലെയല്ല. രാജ്യത്താകമാനം എങ്ങനെയായോ ഇനി കേവലം 3 ഇടങ്ങളിൽ മാത്രമാണുള്ളത്. അത് പ്രത്യയശാസ്ത്രപരമായിട്ട് വലിയ ആശയ ദൃഢത ഇല്ലാത്തത് കൊണ്ടും ആ വാക്കിന് ഈ നാടിൻ്റെ മതേതരത്വവുമായി ഒരു ബന്ധവുമില്ലാത്തത് കൊണ്ട് അധികാരത്തിന് വേണ്ടി ഏതു വഴിയും സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായി എന്തുകൊണ്ട് ജനങ്ങളാൽ എടുത്തെറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ആശയം വ്യക്തികൾക്കിടയിൽ ആത്മബന്ധമുണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ്.